നവമാധ്യമങ്ങളുടെ കടന്നുവരവിൽ ആശംസാ കാർഡുകൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. എന്നാൽ അക്ഷരങ്ങളിലൂടെ സ്നേഹവും സൗഹൃദവും നിലനിർത്തണമെന്ന സന്ദേശം പകർന്നു നൽകി 500-ലധികം ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസാ കാർഡുകളാണ് ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കി അയച്ചത്. ഒരു കാലത്ത് ആളുകളുടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു തപാൽ വകുപ്പ്. എന്നാൽ നവമാധ്യമങ്ങൾ സജീവമായതോടെ ലോകം വിരൽത്തുമ്പിലെത്തി. ഇൻലൻഡും പോസ്റ്റ് കാർഡും ആശംസാ കാർഡുമൊക്കെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. പഴയ പ്രതാപത്തിന്റെ പ്രൗഢി വിട്ടൊഴിഞ്ഞ് പല എഴുത്തുപെട്ടികളും തുരുമ്പെടുത്തു കഴിഞ്ഞു. മനസ്സുകളെ തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന ആ തപാൽ വകുപ്പിന്റെ ചരിത്രം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ അധ്യാപകർ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് കത്തുകൾ എഴുതാൻ കുട്ടികളെ പ്രേരിപ്പിച്ചത്. വെറുതെ എഴുതി അടുത്തിരിക്കുന്ന സുഹൃത്തിന് നൽകുകയല്ല, ഓരോ കൂട്ടുകാരും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ വിലാസത്തിലേക്കാണ് സ്നേഹത്തിന്റെ ആശംസകൾ എഴുത്തുപെട്ടികളിൽ നിക്ഷേപിച്ചത്. ഡിജിറ്റലായി വെച്ചിരിക്കുന്ന ഒരു സംഗതി സത്യം പറഞ്ഞാൽ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷെ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കാർഡ് അത് നമ്മൾ എക്കാലവും സൂക്ഷിച്ചു വെക്കാം, വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കാം. ഇത് സീസണലല്ല, ഇത് എറ്റേണലായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആശംസകൾ അറിയിക്കുന്ന പുതിയ തലമുറയ്ക്ക് കത്തെഴുത്ത് കൗതുകമായി. പലരും ആദ്യമായി കത്തെഴുതുന്നവർ. NSS ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് എഴുതുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു കത്ത് ഒരാൾക്ക് കൊടുക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് ഞാൻ ഇത് എഴുതിയേക്കുന്നത്. ഒരു കാലത്ത് കത്തുകൾക്ക് വേണ്ടി എഴുത്തുപെട്ടി തുറക്കുന്നതും കാത്തുനിന്നിരുന്ന പഴയ തലമുറയുടെ അനുഭവം സ്വന്തം ജീവിതത്തിൽ ആദ്യമായി നേരിട്ടറിഞ്ഞതിന്റെ സന്തോഷവും കുട്ടികൾക്കുണ്ട്. അവരും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ സ്നേഹാക്ഷരങ്ങൾ നിറഞ്ഞ ആശംസാ കാർഡുകൾക്കായി. അമൃത ന്യൂസ്, ഇടുക്കി.